ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ കോളേജ് പ്രോഗ്രാംസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് റെയിൽപാളത്തിലിരുന്ന് ഒരു കുടുംബം ധ്യാനിക്കുന്നു. ഇതൊരു പ്രത്യേക ഒരു പേരായി തോന്നുന്നില്ല നിങ്ങൾക്ക് അല്ലേ? ഇങ്ങനെ ഒരു പേര്, പാടത്തിന് പേര് അങ്ങനെ അധികം കാണാറില്ല. ഏതെങ്കിലും ഒരു സെന്റൻസ് ഒക്കെ പോലെ ഇതിപ്പോൾ ഒരു വലിയൊരു സെന്റൻസ് അല്ലേ? ഒരു റെയിൽപാളത്തിൽ ഇരുന്ന് ഒരു കുടുംബം ധ്യാനിക്കുന്നു. ഇതിൽ ജസ്റ്റ് എന്തൊക്കെയാണ് പോയിന്റ്സ് മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ജീവിത യാഥാർത്ഥ്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കരുതെന്ന ആശയമുണ്ട്. നവീനത എന്ന ആശയം, കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധി, ഉത്തരാധുനിക കഥ. ഓക്കെ, ഇപ്പം ഇത്രയും പോയിന്റാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഏത് രീതിയിലാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അസൈൻമെൻറ്റ് രീതിയിലാണ്. അസൈൻമെൻറ്റും ആണ് എന്തുമാണ് നമ്മുടെ ആസ്വാദനക്കുറിപ്പ് മോഡലാണ്. അതിലെന്തൊക്കെ നമ്മൾ നോക്കണം എന്നാണ് മിസ് പറഞ്ഞത്. ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ ചെയ്യണം? ഇൻട്രൊഡക്ഷൻ ചെയ്യണം. ഇൻട്രൊഡക്ഷൻ എഴുതണമെങ്കിൽ എന്തൊക്കെ പഠിച്ചിരിക്കണം? അവർ എന്തൊക്കെ കൃതികൾ എഴുതിയത് ഏതൊക്കെയാണെന്ന് നോക്കണം അല്ലേ? ഒക്കെ നമ്മൾ നോക്കാനുണ്ട്. പിന്നെ വൺ വേർഡ് അതിൽ തന്നെ ഉണ്ടാവും, അല്ലാത്തതും നോക്കണം. പിന്നെ വൺ വേർഡ് അല്ലാതെ പിന്നെന്താ ഉണ്ടാവുക? പിന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് എടുത്തെഴുതാനുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ കഥ അല്ലെങ്കിൽ നമ്മുടെ ഈ പാഠം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം ആരാണ് എഴുതിയത് നമുക്ക് നോക്കാം അല്ലേ? മരപ്പാവകൾ നമ്മൾ എടുത്തതാണ്. മകൻ, പാപത്തറ. ഇത് എഴുതിയത് ആരാന്നറിയോ? UK കുമാരൻ. UK കുമാരനാണ് എഴുതിയത്. ആധുനികാന്തര സമൂഹത്തെയും ആധുനികാന്തര സാഹിത്യത്തെയും ഈ കഥ വിമർശന ബുദ്ധിയോടെ സമീപിക്കുകയാണ്. ആധുനികാന്തര സമൂഹത്തെയും പിന്നെന്താണ് ആധുനിക സാഹിത്യത്തെയും അല്ലേ? പിന്നെ ഈ UK കുമാരൻ ഇൻട്രൊഡക്ഷൻ വേണം. ആസ്വാദനക്കുറിപ്പ് തുടങ്ങുന്നില്ല, എന്തൊക്കെ അറിയണം? എഴുത്തുകാരെ പറ്റി നമുക്ക് കുറച്ചൊരു ധാരണ വേണം. ഇവരാരാണ്, എന്താണ്, ഇവരെന്ത് കവിതയാണ്, കവിതകളാണോ, ചെറുകഥ സമാഹാരങ്ങളാണോ, എന്താണെന്നുള്ള സംഭവങ്ങൾ. ഓക്കെ, നവീന പ്രബലമായിരുന്ന കാലയളവിലാണ് UK കുമാരൻ സാഹിത്യ മേഖലയിലേക്ക് കടന്നു വന്നത്. എന്നാൽ നവീനതയുടെ ദർശനപരവും രചനാപരവുമായ പ്രത്യേകതകളെ UK കുമാരൻ പിന്തുടർന്നില്ല. സാമൂഹിക ബന്ധങ്ങളിലെ ദയാരാഹിത്യവും യാന്ത്രികമായി കൊണ്ടിരിക്കുന്ന വ്യക്തിബന്ധങ്ങളും UK കുമാരൻ തൻ്റെ രചനകളിലെ വിഷയങ്ങളായി സ്വീകരിച്ചിരുന്നു. പിന്നെ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളെ അനുഭവ തീവ്രതയോടെയാണ് UK കുമാരൻ ആവിഷ്കരിച്ചത്. ഓക്കെ, പിന്നെ ജീവിതത്തെ സംബന്ധിച്ച തനതായ നിർവചനങ്ങൾ കാഴ്ചവെക്കുന്നവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. വലിയ സമസ്യകളെ കുറിച്ച് ചിന്തിക്കുന്ന ആധുനിക വളരെ പണിപ്പെട്ടി സൃഷ്ടിച്ച് സമകാലിക സർഗാത്മക മേഖലയിൽ സജീവമായി ശ്രമിക്കുന്ന കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ശ്രദ്ധ ഇവിടെയാണ് സ്വയം അറിയാതെ കേന്ദ്രീകരിക്കപ്പെടുന്നത്. ഓക്കെ, എന്താ നോക്കാം നമുക്ക്? കഥ എന്താ നോക്കാം നമുക്ക്. എന്തൊക്കെയാ കഥ? കേന്ദ്ര കഥാപാത്രമായി ഒരു കഥാകൃത്തിനെ അവതരിപ്പിക്കുകയും ഒരു കഥാരചന സന്ദർഭം കഥാഗാത്രമായി സ്വീകരിക്കുകയും ചെയ്യുന്ന സവിശേഷമായ ഘടനയാണ് ഈ കഥയ്ക്കുള്ളത്. പിന്നെയോ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ഭാവനാത്മക ലോകവും അയാൾ കാണിക്കുന്ന യഥാർത്ഥ ലോകവും കൂടിക്കലർന്നാണ് കഥയുടെ അന്തരീക്ഷം. ഇപ്രകാരം പ്രമേയ സ്വീകരണത്തിലും അവതരണത്തിലും ഈ കഥ നൂതനത്വം നിലനിർത്തുന്നു. നൂതനത്വം എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ ഒരു പ്രവണത നിലനിർത്തുന്നു. ഉത്തരാധുനിക കഥയാണ് എഴുതാൻ ശ്രമിക്കുന്ന ഒരു പരമ്പരാഗത കഥാകൃത്താണ് ആഖ്യാതം. തൻ്റെ സർഗാത്മക ലോകത്ത് വരുത്തേണ്ട പരിവർത്തനത്തെക്കുറിച്ചുള്ള വേവലാതിയിൽ പെട്ട് ഉഴലുകയാണ് ആ കഥാപാത്രം. ഒരു ഉത്തരാധുനികക്ക് മറ്റു കഥകളിലേതെന്നതുപോലെ തുടക്കമോ ഒടുക്കമോ ഒരിക്കലും യോജിക്കുന്നില്ല എന്നയാൾ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ വിഭിന്നമായ ഒരു തുടക്കത്തിന് വേണ്ടി അയാൾ ഇത്ര നാൾ കാത്തിരിക്കുകയായിരുന്നു. അതാണ് കഥ. എന്താ നമുക്ക് നോക്കാം. പിന്നെ
പതിവ് ശീലങ്ങളെല്ലാം ഉപേക്ഷിച്ച് കഥാരചനയ്ക്ക് മുതിർന്നപ്പോൾ അയാൾ ആലോചിച്ചത് ഇത്തരം കാര്യങ്ങളായിരുന്നു. ഉത്തരാധുനിക കഥ എഴുതാൻ പിന്നെ സാധിക്കാതെ വന്നാലുള്ള അവസ്ഥ ലജ്ജാകരമാണ് എന്ന് അയാൾക്കറിയാമായിരുന്നു. കാലത്തിനൊപ്പിച്ച് കാല് മുറിക്കുകയാണ് ചെയ്യേണ്ടത് എന്നും പല മട്ടിൽ അറുത്തുമാറ്റിയിട്ടും കാലത്തിൻ്റെ അഭിരുചിയുമായി അതിനെ പൊരുത്തപ്പെട്ടു പോകാൻ തനിക്ക് സാധിച്ചില്ല എന്നും അയാൾ ഓർമ്മിക്കുന്നു. ചില കഥകളിൽ കാൽപ്പനികതയും മറ്റു ചിലരിൽ വല്ലാതെ ആർദ്രതയും കടന്നു വരുന്നു എന്നും അയാൾ തിരിച്ചറിയുന്നു. റെയിൽവേ പാളത്തിനരികിലാണ് അയാളുടെ വീട്. അപ്പോൾ ഈ അയാൾ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് നമ്മുടെ റെയിൽവേ പാളത്തിലിരുന്ന ഒരു കുടുംബം ധ്യാനിക്കുന്നു. അപ്പോൾ നമ്മൾ കഥയിലേക്ക് കടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കുടുംബം ധ്യാനിക്കുന്നു എന്നാണെങ്കിൽ ഒരു കുടുംബം ഉണ്ടാവുമല്ലോ, അതിലെന്താ കുടുംബം? റെയിൽവേ പാളത്തിനരികിലാണ് അയാളുടെ വീട്. ഇടയ്ക്കിടെ ഇരമ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തീവണ്ടികൾ കടന്നു പോകുന്നതൊഴിച്ചാൽ അവിടം ശാന്തമായിരുന്നു. എഴുത്തുമുറിയിലെ മേശക്കടുത്തിരുന്നാൽ കാണുന്ന റെയിൽ പാളങ്ങൾ മടുപ്പിക്കാത്ത മനോഹരമായ ദൃശ്യങ്ങളിൽ ഒന്നായിരുന്നു. പാളത്തിലേക്ക് നോക്കിയിരിക്കെ പല കഥാപാത്രങ്ങളും കഥാനായകൻ്റെ ഭാവനയിലേക്ക് കടന്നു വന്നു. അപ്പോൾ റെയിൽവേ പാളത്തിനരികിലൊരു വീടാണ് നമ്മുടെ കഥാപശ്ചാത്തലം. പാളത്തിലേക്ക് നോക്കിയിരിക്കെ പല കഥാപാത്രങ്ങളും കഥാനായകൻ്റെ ഭാവനയിലേക്ക് കടന്നു വരാറുണ്ടായിരുന്നു. എന്നാൽ ഒരു ഉത്തരാധുനിക കഥ രചിക്കാനുള്ള ശ്രമത്തിൽ റെയിൽപാള കാഴ്ച അയാളെ സഹായിച്ചില്ല. വാക്കുകൾ മെരുങ്ങാതെയും ചിന്തകൾ ക്രമപ്പെടാതെയും വീർപ്പുമുട്ടിയെങ്കിലും ഒരു ട്രെയിൻ പാളത്തിലൂടെ കടന്നു പോയാൽ ആ കാഴ്ച തനിക്ക്, ഒരു ട്രെയിൻ അങ്ങനെ പാളത്തിലൂടെ കടന്നു പോകുന്നത് കണ്ടാൽ നമുക്ക് ആ കാഴ്ച എനിക്ക് ആശ്വാസം പകരുമെന്ന് അയാൾ വിശ്വസിച്ചു. ഒടുവിൽ ജോർജറ്റ് മ്യൂർ എന്നൊരു മധ്യവയസ്സൻ തൻ്റെ ജീവിതത്തിലെ അവസാന രംഗം അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് തുടങ്ങുന്ന ഒരു കഥ എഴുതാൻ ചിന്തിക്കുന്നു. ഏറെക്കുറെ പുതുമയാർന്നൊരു വാചകം കണ്ടെത്തി ആശ്വസിക്കുകയും ചെയ്യുന്നു. വരികൾക്ക് കാൽപ്പനികതയുടെ ചുവയില്ല എന്നും അയാളെ ഉത്സാഹഭരിതനാക്കി. ആ സന്ദർഭത്തിലാണ് റെയിൽപാളത്തിലൂടെ കടന്നു വരുന്ന ഒരു കുടുംബത്തെ അയാൾ കാണുന്നത്. ദരിദ്രയായ ഒരു അമ്മയും ക്ഷീണിതയായ മൂന്ന് ചെറിയ കുട്ടികളും. കഥാനായകൻ്റെ അശ്രദ്ധ കുടുംബത്തിൽ തന്നെ ഉടക്കി നിന്നു. ജോർജറ്റ് മ്യൂറിനെ കേന്ദ്ര കഥ കൊണ്ട് ഉത്തരാധുനിക കഥ ശ്രമത്തിൽ നിന്ന് അശ്രദ്ധ വഴുതിപ്പോയി. റെയിൽവേ പാളത്തിനരികിൽ ആ കുടുംബം എന്തിനാണ് വന്നതെന്ന ജിജ്ഞാസ. അപ്പോൾ ഒരു കുടുംബം റെയിൽവേ പാളത്തിനടുത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നവർ ചിന്തിക്കും, ഇവരിപ്പോൾ എന്തിനാ റെയിൽവേ പാളത്തിലേക്ക് പോകുന്ന ചിന്തിക്കാൻ സ്വാഭാവികം. അങ്ങനെ പിന്നെ ഇവരെന്ത് ചെയ്തു, അയാളുടെ ശ്രദ്ധ റെയിൽവേ പാളത്തിനരികിൽ ആ കുടുംബം എന്തിനാണ് വന്നതെന്ന ജിജ്ഞാസ അയാൾ വളരെ, അങ്ങനെ അവർ ആത്മഹത്യ ചെയ്യാനാണോ അത് അവിടെ വന്നിരിക്കുന്നത് അയാൾ ചിന്തിക്കുന്നു. അതേസമയം തന്നെ ആ കുടുംബത്തെ ആത്മഹത്യയുമായി ബന്ധിപ്പിച്ച ക്രൂരത അയാൾ അന്താളിപ്പിക്കുകയും ചെയ്തു. മറ്റേതെങ്കിലും അവസ്ഥകളിലേക്ക് ആ ചിന്തയെ തിരിച്ചുവിടണമെന്ന് അയാൾ ഏറെ ആഗ്രഹിച്ചെങ്കിലും ഒടുവിൽ എത്തിച്ചേർന്നത് ആത്മഹത്യ എന്ന ആശയത്തിൽ തന്നെയാണ്. ആ കുടുംബത്തിൻ്റെ ദൈന്യത എന്താവാൻ കാരണമെന്ന് അദ്ദേഹം ചിന്തിച്ചു. പിന്നെ രാജസുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആൾക്ക് ആത്മഹത്യക്ക് ഒരുന്ന അവിടെ ഇത്തരം തമ്മിൽ ആശയവിനിമയം, കുടുംബം ആത്മഹത്യ ചെയ്യാൻ, ഈ കുടുംബം ആത്മഹത്യ ചെയ്യാൻ വന്നതായിരിക്കും എന്ന ചിന്ത അയാളെ ഭയങ്കര അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ദാരിദ്ര്യത്തിൽ നിന്നും മറ്റു മോചനമാർഗമില്ലാത്തവർ മരണത്തിൽ തന്നെ ആയിരിക്കും അഭയം തേടുക. ഉത്തരാധുനിക കഥാരചനയ്ക്കുള്ള ഉദ്യമം പാടെ വിസ്മരിച്ച് കഥാനായകൻ ആ കുടുംബത്തെ വീക്ഷിക്കുന്നു. റെയിൽവേ പാളത്തിൽ അവർ ഏതെങ്കിലും ട്രെയിനിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് അയാൾക്ക് ഉറപ്പായി. പിന്നെന്ത് ചെയ്തു, പിന്നെ ആദ്യത്തെ ട്രെയിൻ കടന്നു പോയപ്പോൾ ആ കുടുംബം അപ്പം അയാളിങ്ങനെ ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. റെയിൽവേ പാളത്തിനടുത്ത് ഈ കുടുംബം എന്താ ചെയ്യുന്നത് അങ്ങനെ നോക്കി ഒരു ട്രെയിൻ കടന്നു പോയി. അപ്പോൾ ആ കുടുംബം ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഒരു പക്ഷെ അവർ ആ വണ്ടി ആയിരിക്കില്ല ഉദ്ദേശിച്ചെന്നൊരു, അങ്ങനെ രാജസുബ്രഹ്മണ്യം പറഞ്ഞതുപോലെ ചില പ്രത്യേക വണ്ടികൾക്ക് മുന്നിൽ ചാടിയാൽ ആത്മഹത്യ ചെയ്യുന്ന ചിലർക്ക് നിർബന്ധമുണ്ടാവും അല്ലേ. ചില ട്രെയിനിന് മുന്നിൽ ചാടിയാൽ ആത്മഹത്യ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ആ അവസരത്തിൽ കഥാനായകൻ ചിന്തിക്കുന്നു, പാസഞ്ചർ വണ്ടിക്ക് ചാടാൻ ഉദ്ദേശിച്ചവർ ചരക്ക് വണ്ടിക്ക് മുന്നിൽ ചാടില്ല. പാസഞ്ചർ വണ്ടിക്ക് പാസഞ്ചറിനെ ചാടുള്ളൂ, അതായത് ചരക്ക് വണ്ടിക്ക് ചാടുന്നില്ല എന്ന് പറയുന്നു.